കേരളത്തിൽ വീണ്ടും ആശങ്ക ഉയർത്തി മിന്നലേറ്റ് മരണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. കാലാവസ്ഥാ വ്യതിയാനവും ശക്തമായ ഇടിമിന്നലുകളും സംസ്ഥാനത്ത് കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി 100-ലധികം പേരാണ് മിന്നലേറ്റ് മരിച്ചതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ കണക്കുകൾ പ്രകാരം 2015 മുതൽ ഇതുവരെ കേരളത്തിൽ 151 പേർ മിന്നലേറ്റ് മരിച്ചു. 2026 മാത്രം ഇതിനകം 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്കും വൈദ്യുത ഉപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരവും ശക്തമായ മഴയോടൊപ്പം ഇടിമിന്നലുണ്ടാകുന്ന സമയങ്ങളിലാണ്. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവരാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം മൂലം ഇടിമിന്നലുകളുടെ തീവ്രതയും ആവർത്തനവും കൂടുകയാണ്. മഴ തുടങ്ങുന്നതിന് മുൻപുള്ള ചൂടും ഈർപ്പവും മേഘങ്ങളുടെ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നതിനാൽ ശക്തമായ മിന്നലുകൾ ഉണ്ടാകുന്നുവെന്നാണ് വിശദീകരണം. ജനങ്ങൾ പാലിക്കേണ്ട മുൻകരുതലുകൾ ഇവയൊക്കെയാണ്. ഇടിമിന്നൽ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. വലിയ മരങ്ങളുടെ അടിയിൽ അഭയം തേടരുത്. മൊബൈൽ ഫോൺ ചാർജിംഗ് ഒഴിവാക്കുക. വൈദ്യുത ഉപകരണങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യുക. മഴക്കാലത്ത് മത്സ്യബന്ധനത്തിനും വയൽ ജോലികൾക്കും പോകുമ്പോൾ ജാഗ്രത പാലിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുക. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മിന്നൽ ഭീഷണി ഉയരുകയാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ വാർത്തകൾക്കായി കാണൂ 24 ന്യൂസ് കേരള.